ഓക്കെ, തേർഡ് മൊഡ്യൂള് അതിൽ വരുന്ന ടോപ്പിക്സിൽ സ്ട്രിങ് എഫിഷ്യൻസി, സാഗ്, കൊറോണ, ദെൻ എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ്, ഈ ടോപ്പിക്സിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസിയുടെ കുറച്ച് പ്രോബ്ലംസ്. In a 33 kV overhead line, there are 3 units in the string of insulators. If the capacitance between each insulator pin and earth is 11% of self-capacitance of each insulator, find the distribution of voltage over 3 insulators and string efficiency. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി കാണണം, ദെൻ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ 3 ഇൻസുലേറ്റേഴ്സ്, അതായത് V1, V2 ആൻഡ് V3. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്ട്രിങ് എഫിഷ്യൻസിയുടെ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ പഠിച്ച പോലെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫിഗർ വരച്ചു, ദെൻ ഈ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് അതിൻ്റെ സീരീസ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ കപ്പാസിറ്റൻസ്, സെൽഫ് കപ്പാസിറ്റൻസ്. ദെൻ KC എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ ഷണ്ട് കപ്പാസിറ്റൻസ്. ഓക്കെ, ദെൻ V1, V2, V3 ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ കണ്ടക്ടറിന് അടുത്തുള്ള യൂണിറ്റിലായിരിക്കും മാക്സിമം വോൾട്ടേജ് നമുക്കറിയാം, ദാറ്റ് ഈസ് V3 ഹാസ് ദ മാക്സിമം വോൾട്ടേജ്. ഓക്കെ, the figure shows the equivalent circuit of the string insulator and V1, V2 and V3 with the voltage across top. V1 എന്ന് പറയുമ്പോൾ ടോപ്പിലെ വോൾട്ടേജ്, ആൻഡ് V2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മിഡിൽ യൂണിറ്റിലെ വോൾട്ടേജ്, ആൻഡ് V3 is the ബോട്ടം യൂണിറ്റിലെ വോൾട്ടേജ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, if the capacitance between each insulator pin and earth is 11% of self capacitance of each insulator, that is K is equal to shunt capacitance by self capacitance ആണ്, which is equal to 0.11. കെയുടെ വാല്യൂ 0.11 ആണെന്നറിയാം. സോ ദെൻ നമുക്ക് വോൾട്ടേജ് അക്രോസ് സ്ട്രിങ് ആണ്, ദാറ്റ് ഈസ് V. ഓക്കെ, ക്വസ്റ്റ്യനിൽ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 33 kV ഓവർ ഹെഡ് ലൈൻ, ദാറ്റ് ഈസ് ലൈൻ വോൾട്ടേജ് 33 kV തന്നിട്ടുണ്ട്. ലൈൻ വോൾട്ടേജിനെ നമുക്ക് ഫേസ് വോൾട്ടേജിലോട്ട് ആക്കണം. അപ്പം V ഫേസ് ഈക്വൽ ടു VL by √3, which is equal to 33 by √3, which is equal to 19.05 kV. ഓക്കെ, ഇനി നമുക്ക് ഓരോ യൂണിറ്റിലും ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് V1, V2 ആൻഡ് V3 കണ്ടുപിടിക്കണം. ദെൻ നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി കാണണം. അതിനു വേണ്ടിയിട്ട് അറ്റ് ജംഗ്ഷൻ എ നമ്മൾ KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. അറ്റ് ജംഗ്ഷൻ എ I2, that is incoming current is equal to, that is I2 is equal to capital I2 is equal to capital I1 plus small I1. അപ്പം I2 എന്താണ്? I2നെ നമുക്ക് V2 by XC എന്ന് എഴുതാം അല്ലേ? I2നെ നമുക്ക് V2 by XC എന്ന് എഴുതാം. അപ്പം XCക്ക് നമുക്ക് 1 by omega C ഇട്ട് കൊടുത്തൂടെ? അപ്പം V2 by 1 by omega C, അതിനെ നമുക്ക് V2 omega C എന്ന് എഴുതിക്കൂടെ, which is equal to I1 അതേപോലെ V1 omega C plus small letter I1, that is equal to V1 omega C1. ഈ C1ന് വരും നമ്മളിവിടെ KC ആണ്, that is ഇവിടെ KC. ഓക്കെ, ഇതൊക്കെ സ്ട്രിങ് എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ പറഞ്ഞപ്പം പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ ത്രൂ ഔട്ട് ഒമേഗ C നമ്മൾ ക്യാൻസൽ ആക്കി കളഞ്ഞു, which is V2 is equal to V1 into 1 plus K, which is equal to V1 into 1 plus K യുടെ വാല്യൂ നമുക്കറിയാം, that is 0.11. Then V2 is equal to നമുക്ക് എന്ത് കിട്ടും? 1.11 V1 കിട്ടും. This is നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തു. ദെൻ നമ്മൾ ജംഗ്ഷൻ ബിയിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? I3 is equal to capital I2 plus small I2. I3 നമ്മൾ അതേപോലെ എഴുതി, that is V3 omega C is equal to V2 omega C plus I2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്മോൾ ലെറ്റർ I2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏതൊക്കെ വോൾട്ടേജ് വരും? നമ്മുടെ ഈ V1 വരും, വോൾട്ടേജ് V1 വരും, നമ്മുടെ വോൾട്ടേജ് V2 വരും. ഓക്കെ, സോ V1 plus V2 into omega into KC.
Then throughout omega c നമ്മൾ cancel ആക്കി കളഞ്ഞു. Then V3 is equal to V2 plus V1 V2 into K. Okay. Then V3 is equal to V2 എന്താണെന്ന് നമുക്കറിയാം. That is equation 1 ൽ നമുക്ക് V2 കിട്ടി. That is 1.11 V1 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഈ V1 അതേപോലെ എഴുതി. പ്ലസ് V2 എന്താണെന്ന് അറിയാം. ഇക്വേഷൻ 1 ൽ കിട്ടിയത് 1.11 V1 into K യുടെ വാല്യൂ that is 0.11. Then ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ V3 is equal to 1.342 V1 കിട്ടും. Okay. Then we have to find the voltage across the whole string. അതായത് ഈ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് നമുക്ക് കാണണം. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഈ V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. ഓക്കെ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ ഹോൾ സ്ട്രിംഗ് ദാറ്റ് ഇസ് V is equal to V1 തന്നെ പ്ലസ് V2 പ്ലസ് V3 is equal to V1 എന്ന് പറയുമ്പോൾ V1 തന്നെ പ്ലസ് V2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ 1 ൽ കിട്ടിയത് ദാറ്റ് ഇസ് 1.11 V1 പ്ലസ് V3 നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ ദാറ്റ് ഈസ് 1.342 V1. ഇതെല്ലാം നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം V1ന്റെ ഇതിലല്ലേ കിടക്കുന്നത്. അപ്പം 3.452 V1 കിട്ടും. ടോട്ടൽ വോൾട്ടേജ് ദാറ്റ് ഈസ് 3.452 V1 കിട്ടും. ഇവിടെ വോൾട്ടേജ് അക്രോസ് ദി സ്ട്രിംഗ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദി സ്ട്രിംഗ് V is equal to 19.05 kV. സോ നമ്മൾ അത് ഈ 3.452 V1 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ. ദാറ്റ് ഈസ് 19.05 is equal to 3.452 V1. ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? V1ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ടോപ്പ് യൂണിറ്റ് V1 നമുക്ക് ഇവിടുന്ന് കിട്ടി. ദാറ്റ് ഈസ് 19.05 by 3.452 ചെയ്യുമ്പോൾ നമുക്ക് V1ന്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് 5.52 kV കിട്ടി. ദെൻ വോൾട്ടേജ് അക്രോസ് മിഡിൽ യൂണിറ്റ് യൂണിറ്റിന്റെ അതായത് ഈ മിഡിൽ യൂണിറ്റിന്റെ വോൾട്ടേജ് നമ്മൾ ഇക്വേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. V2 is equal to 1.11 V1. V1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് V2ന്റെ വാല്യൂ കിട്ടും. അതേപോലെ V3യുടെ വാല്യൂ നമുക്ക് വേണം. ഓക്കെ. V3യുടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ V3 is equal to 1.342 V1. V1ന്റെ വാല്യൂ നമുക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് V2ന്റെയും V1ന്റെയും വാല്യൂ കിട്ടി. ഓക്കെ. Then string efficiency is equal to നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം. വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ബൈ നമ്പർ ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇൻറ്റു V3 ഇൻറ്റു 100. വോൾട്ടേജ് അക്രോസ് ദി സ്ട്രിംഗ് അറിയാം 19.05 ബൈ നമ്പർ ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇവിടെ എത്ര എണ്ണമാണ്? ഇവിടെ 3 എണ്ണമാണ്. 1 2 3. സോ നമ്പർ ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇവിടെ 3 ഇൻറ്റു V3യുടെ വാല്യൂ അറിയാം. ദാറ്റ് ഈസ് 7.4 kV ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 85.8% കിട്ടും. ഇതാണ് സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ഫസ്റ്റ് പ്രോബ്ലം. Then string efficiency the second problem, that is example 8.3. Each line of a three-phase system is suspended by a string of 3 similar insulators. If the voltage across the line unit is 17.5 kV, calculate the line to neutral voltage. Assume that the shunt capacitance between each insulator and earth is 1/8 of the capacitance of the insulator itself. Also find the string efficiency. ഈ പ്രോബ്ലത്തിൽ നമുക്ക് സ്ട്രിംഗ് എഫിഷ്യൻസി കാണണം. ദെൻ നമ്മുടെ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് കാണണം. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ കണക്ക് തന്നെ സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ സർക്യൂട്ട് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. ദെൻ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സി എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കപ്പാസിറ്റൻസ് ആണ്. കെ സി നമ്മുടെ ഷണ്ട് കപ്പാസിറ്റൻസ് ആണ്. ഇപ്പം ക്വസ്റ്റ്യനിൽ shunt capacitance between each insulator and earth is 1/8 of the capacitance of the insulator എന്ന് തന്നിട്ടുണ്ട്. That is K is equal to 1/8 which is equal to 0.125. അപ്പം Kയുടെ വാല്യൂ നമുക്ക് കിട്ടി. That is 0.125. Then voltage across the line unit, that is 17.5 kV. Voltage across the line unit എന്ന് പറയുമ്പോൾ നമ്മുടെ V3 ആണ് പറഞ്ഞേക്കുന്നത്. Okay, voltage across the line unit which is equal to V3 is equal to 17.5 kV. Okay, നമുക്ക് ഇവിടെ ഷണ്ട് കപ്പാസിറ്റർ നമുക്കിവിടെ സ്ട്രിംഗ് എഫിഷ്യൻസിയും അതേപോലെ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജും ആണ് കാണേണ്ടത്.
ഓക്കെ, അറ്റ് ജംഗ്ഷൻ എയിൽ നമ്മൾ കേസിൽ അപ്ലൈ ചെയ്തു. നമുക്കറിയാം I2 is equal to capital I1 plus small I1 which is equal to നമുക്ക് V2 omega C is equal to V1 omega C plus V1 K omega C. Then omega C cancel ആക്കി. Then V2 is equal to V1 into 1 plus K which is equal to V1 into 1 plus K യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Then V2 is equal to നമുക്ക് 1.125 V1 കിട്ടി. ഓക്കെ, നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെയാണ്. നമ്മൾ കേസിൽ അപ്ലൈ ചെയ്തു, V2യുടെ വാല്യൂ കണ്ടുപിടിച്ചു, നമുക്ക് 1.125 V1 കിട്ടി. Then നമ്മൾ ജംഗ്ഷൻ ബിയിൽ കേസിൽ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ I3 is equal to capital I2 plus small I2. Then V3 omega C is equal to capital I2 ന് പകരം V2 omega C plus small I2 ന് പകരം വോൾട്ടേജ് V1 plus V2 into K omega C. omega C ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്തു. ദെൻ നമുക്ക് V2യുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് 1 ഇക്വേഷൻ താണ്ടി ഇക്വേഷനിൽ കിട്ടി V2യുടെ വാല്യൂ ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് 1.125 V1 plus V2യുടെ വാല്യൂ വീണ്ടും ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് 1.125 V1 into Kയുടെ വാല്യൂ ദാറ്റ് ഈസ് 0.125. ഓക്കെ, ഇവിടെ നമുക്ക് V3യുടെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് 1.39 V1 കിട്ടി. ഓക്കെ, ദെൻ വോൾട്ടേജ് അക്രോസ് ടോപ്പ് യൂണിറ്റ് ഈ ഇക്വേഷൻ കിട്ടിയല്ലേ. അപ്പം ഇവിടുന്ന് നമുക്ക് വോൾട്ടേജ് അക്രോസ് ടോപ്പ് യൂണിറ്റ്, അതായത് ഈ യൂണിറ്റിലെ വോൾട്ടേജ്, അതായത് V1 നമുക്ക് കണ്ടുപിടിച്ചൂടെ. ഈ ഇക്വേഷനിൽ നിന്ന് V1 കണ്ടുപിടിച്ചൂടെ. അപ്പൊ V1 is equal to V3 by 1.39 which is equal to V3 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ 12.59 kV കിട്ടും. Then voltage across middle unit V2 is equal to equation ഉണ്ട് 1.125 into V1. Then V1 ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 14.16 kV കിട്ടും. Then voltage between line and neutral, അതായത് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് കാണണം. സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിംഗ് സ്ട്രിംഗ് എഫിഷ്യൻസി പറഞ്ഞായിരുന്നു. വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഇത് മൂന്നും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത് ദാറ്റ് ഇസ് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് ആണ്. ഓക്കെ, നമ്മുടെ ഈ ടോട്ടൽ വോൾട്ടേജ് ആണ് കാണേണ്ടത്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് V1 plus V2 plus V3. ഓക്കെ, ഇപ്പൊ V1 അറിയാം, V2 അറിയാം, V3 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 44.25 kV കിട്ടും. ദെൻ സ്ട്രിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമ്മുടെ വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ന്യൂട്രൽ, അതായത് ലൈൻ ടു ന്യൂട്രൽ വാല്യൂ ദാറ്റ് ഈസ് 44.25 ബൈ നമ്പർ ഓഫ് സ്ട്രിങ്സ്, number of insulators that is 3 into V3 that is 17.5 into 100 ചെയ്യുമ്പോൾ നമുക്ക് 84.28% കിട്ടും. ഇതാണ് 8.3 പ്രോബ്ലം ആണ്. ഇത് VK മെത്തേഡ് ടെക്സ്റ്റ് കേട്ടോ. Then 8.5 പ്രോബ്ലം നോക്കാവേ. An insulator string consists of 3 units, each having a safe working voltage of 50 kV. The ratio of self-capacitance to shunt capacitance of each unit is 8:1. Find the maximum safe working voltage of the string and also find the string efficiency. Okay. നമ്മുടെ നേരത്തെ പ്രോബ്ലം കണക്ക് തന്നെ ഇവിടെയും അതിന്റെ സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം. ദെൻ നമുക്കറിയാം മാക്സിമം വോൾട്ടേജ് വിൽ അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ ലൈൻ കണ്ടക്ടറിന്റെ ലോസ്റ്റ് പോയിന്റ് നിയർ ആയിട്ടുള്ള യൂണിറ്റിലായിരിക്കും. മാക്സിമം വോൾട്ടേജ് ദാറ്റ് ഇസ് V3 is equal to 50 kV. ദെൻ K is equal to തന്നിട്ടുണ്ട്. സെൽഫ് കപ്പാസിറ്റൻസ് ടു ഷണ്ട് കപ്പാസിറ്റൻസ് റേഷ്യോ ദാറ്റ് ഇസ് 1/8 is equal to 0.125. ദെൻ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത കണക്ക് തന്നെ നമ്മൾ KCL അപ്ലൈ ചെയ്യുന്നു. ജംഗ്ഷൻ എയിലും ജംഗ്ഷൻ ബിയിലും KCL അപ്ലൈ ചെയ്തു. ഇപ്പം ജംഗ്ഷൻ എയിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ I2 is equal to capital I1 plus capital I2 is equal to capital I1 plus small I1. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് V2 is equal to നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം V2 is equal to V1 into 1 plus K കിട്ടും. ദെൻ ഓർ V2 is equal to V1 into 1 plus K ആകുമ്പോഴത്തേക്ക് V1 is equal to V2 into 1 plus K എന്ന് എഴുതിക്കൂടി. Which is equal to V2 by 1 plus K യുടെ വാല്യൂ 0.125 which is equal to 0.89 V2.
ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ദെൻ ജംഗ്ഷൻ ബിയിൽ നമ്മൾ KCL കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരുന്നത് I3 is equal to, അതായത് ക്യാപിറ്റൽ I3 is equal to ക്യാപിറ്റൽ I2 പ്ലസ് സ്മോൾ I2 അല്ലേ. അപ്പം V3 is equal to V2 plus V1 plus V2 into K കിട്ടും. It is equal to V2 plus V1 പകരം നമ്മൾ 0.89 V2 കൊടുത്തു പ്ലസ് V2 into Kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം V3 നമുക്ക് എന്ത് കിട്ടും? ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് V3 is equal to 1.236 V2 കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഓരോ യൂണിറ്റിലുള്ള വോൾട്ടേജ് കാണണം. വോൾട്ടേജ് അക്രോസ് മിഡിൽ യൂണിറ്റ് V2 is equal to, നമുക്ക് ഇത് ഇക്വേഷൻ കിട്ടിയാൽ ഇക്വേഷൻ 2, നമുക്ക് ഇത് കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് ഇക്വേഷനിൽ നിന്ന് V2ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ. അതായത് V3 by 1.236 which is equal to 12.13 kV. അതേപോലെ വോൾട്ടേജ് അക്രോസ് ടോപ്പ് യൂണിറ്റ് V1 is equal to, ഇക്വേഷൻ നമുക്കറിയാം. ഇപ്പൊ V2ന്റെ വാല്യൂ ഇവിടെ കിട്ടി, V2ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ V1ന്റെ വാല്യൂ കിട്ടും, that is 10.79 kV. Then voltage across the string, that is total voltage V is equal to V1 plus V2 plus V3. ഇപ്പം V1 നമുക്ക് കിട്ടി, V2 നമുക്ക് കിട്ടി, V3 നമുക്ക് കിട്ടി. ഓക്കെ, V3 നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ് എന്ന് പറയുമ്പോൾ 37.92 kV. ദെൻ നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി കാണണം. വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ്, that is 37.92 by total number of the string, that is total number of insulators, that is 3 into V3, that is 15 into 100. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ സ്ട്രിങ് എഫിഷ്യൻസി 84.26. ഈ 3 പ്രോബ്ലംസ് ആണ് സ്ട്രിങ് എഫിഷ്യൻസി എന്ന് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് സാഗിന്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാവേ. Example 8.17. A 132 kV transmission line has the following data. കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. Weight of the conductor 680 kg per kilometer. Then ultimate strength. Then length of span and safety factor. Okay. Calculate the height above ground at which the conductor should be supported. Ground clearance record is 10 meters. Ground clearance തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മുടെ കണ്ടക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ടുള്ള ഹൈറ്റ്, കാൽക്കുലേറ്റ് ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, കുറച്ച് ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ വെയിറ്റ് ഓഫ് കണ്ടക്ടർ പെർ മീറ്റർ. ഇപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ഓഫ് കണ്ടക്ടർ തന്നിട്ടുണ്ട്, പെർ മീറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 680 by 1000 is equal to 0.68 kilogram. Then working tension T is equal to, നമുക്ക് ഇക്വേഷൻ അറിയാം, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ബൈ സേഫ്റ്റി ഫാക്ടർ. അപ്പം അൾട്ടിമേറ്റ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട് ഇവിടെ, which is സേഫ്റ്റി ഫാക്ടർ തന്നിട്ടുണ്ട്, which is equal to 3100 by 2. is equal to, നമുക്ക് നമ്മുടെ വർക്കിംഗ് ടെൻഷൻ T കിട്ടി. ദെൻ സ്പാൻ ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട്, L is equal to ലെന്ത് ഓഫ് സ്പാൻ നമുക്ക് വന്നിട്ടുണ്ട് 260 ആണെന്ന്. ദെൻ നമുക്ക് സാഗ് കണ്ടുപിടിക്കണം. ഓക്കെ, സാഗ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ. സാഗിന്റെ ഇക്വേഷൻ എന്താ? WL² by 8T. W നമുക്ക് ഇവിടെ ഉണ്ട്, ദാറ്റ് is 0.68 into L നമുക്ക് ഇവിടെ ഉണ്ട് 260 അതിന്റെ സ്ക്വയർ by 8 into ചെയ്യുമ്പോൾ നമുക്ക് സാഗ് കിട്ടും 3.7 മീറ്റർ. ഇനി നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്? കണ്ടക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ടുള്ള ഹൈറ്റ്. അപ്പം കണ്ടക്ടർ ഷുഡ് ബി സപ്പോർട്ടഡ് ഹൈറ്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്. അപ്പം ഈ 10 പ്ലസ് 3.7 which is equal to 13.7 മീറ്റർ. ഓക്കെ, 13.7 മീറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ ഹൈറ്റ്. Then 8.18. A transmission line has a span of 150 meter between level supports. The conductor has a cross-sectional area of 2 cm square. The tension in the conductor is 2000 kg. If the specific gravity of the conductor material is 9.9 gram per centimeter cube and wind pressure is 1.5 kilogram per
meter length. Calculate the sag and what is the vertical sag. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യന് നമുക്ക് സാഗ് കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ സാഗ് കണ്ടുപിടിക്കണം. ഓക്കെ, സാഗ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു WT L² / 8T ആണെന്ന് അറിയാം. ദെൻ വെർട്ടിക്കൽ സാഗ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ വെർട്ടിക്കൽ സാഗ് ഈസ് ഈക്വൽ ടു S cos θ. അപ്പോൾ നമുക്കിവിടെ സാഗ് S കണ്ടുപിടിക്കണം, cos θ കണ്ടുപിടിക്കണം. ഓക്കെ, സാഗ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് ഇതാണെന്ന് അറിയാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് WT വേണം. WT കണ്ടുപിടിച്ച് വെച്ചേക്കാണ് ഇവിടെ. WT ഈ W ദാറ്റ് ഇസ് വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സ്പാൻ ലെങ്ത് L is equal to 150 തന്നിട്ടുണ്ട്. വർക്കിംഗ് ടെൻഷൻ തന്നിട്ടുണ്ട്. വിൻഡ് ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ദാറ്റ് ഇസ് WW. നമ്മുടെ വിൻഡ് പ്രഷർ തന്നിട്ടുണ്ട്, അതാണ് വിൻഡിന്റെ ഫോഴ്സ് ദാറ്റ് ഇസ് WW. 1.5 തന്നിട്ടുണ്ട്. Then we have to find the weight of the conductor per meter length, that is W is equal to weight of the conductor in the equation specific gravity into volume of 1 meter conductor. Specific gravity question തന്നിട്ടുണ്ട്, that is 9.9. Then volume of the conductor, that is area of cross section 2 cm square തന്നിട്ടുണ്ട്. That is specific gravity 9.9 into 2 into 100 which is equal to നമുക്ക് 1.98 kilogram. Then നമുക്ക് weight of the conductor W എന്താണെന്ന് കിട്ടി. ഇനി നമുക്ക് total weight of the conductor കാണണം. Okay, total weight of 1 meter length of conductor കാണണം. So WT is equal to total weight is equal to root of weight of the conductor plus windന്റെ weight, that is W യുടെ square. Okay, it is equal to root of weight of the conductor നമുക്ക് കിട്ടി 1.98 the whole square plus WW plus 1.5 the whole square is equal to 2.48 kilogram കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് ഓഫ് 1 meter length of conductor WT നമുക്ക് കിട്ടി. ഈ WT കിട്ടിയാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? സാഗ് കാൽക്കുലേറ്റ് ചെയ്യാം. സാഗിന്റെ ഇക്വേഷൻ S is equal to WT L²/8T. WT എന്താണ്? 2.48 into L എന്താണ്? L നമുക്ക് അറിയാം 150² into T. നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം സാഗ് നമുക്ക് ഇവിടുന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3.48 മീറ്റർ. ഇനി നമുക്ക് എന്താ വേണ്ടത്? വെർട്ടിക്കൽ സാഗ്. വെർട്ടിക്കൽ സാഗ് കാണാനുള്ള ഇക്വേഷൻ വെർട്ടിക്കൽ സാഗ് ഈസ് ഈക്വൽ ടു S into cos θ. ഇവിടെ നമുക്ക് S കിട്ടി, ഇനി നമുക്ക് cos θ കാണണം. cos θ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റീവ് ഫേസ് ലോഡിംഗ് നമ്മൾ പഠിച്ചായിരുന്നു. ഇങ്ങനെ ഈ ഫിഗർ വരച്ചിട്ട്, അതായത് ഇത് നമ്മുടെ വിൻഡിന്റെ വെയിറ്റ്, ഇത് നമ്മുടെ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ, ഇത് നമ്മുടെ ടോട്ടൽ വെയിറ്റ് WT. ഓക്കെ, ഇവിടെ നമുക്ക് ടാൻ തീറ്റ, നമുക്ക് കോസ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ടാൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്തൂടെ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു WW which is equal to 1.5 by 1.98 which is equal to 0.768. Then theta is equal to 37.23 degree. Therefore vertical sag is equal to S into cos theta. So നമുക്ക് 2.77 meter കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വെർട്ടിക്കൽ സാഗും ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സാഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതാണ് നമ്മുടെ സാഗിന്റെ ഇക്വേഷൻ. സാഗ് WT കാണണം, WT നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. WT കാണണമെങ്കിൽ W കാണണം. W കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ W കണ്ടു, ദെൻ WT കണ്ടു. ഈ WT നമ്മൾ S is equal to ഇക്വേഷൻ തൊട്ട് ഇട്ട് കൊടുത്ത് S കാൽക്കുലേറ്റ് സാഗ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ വെർട്ടിക്കൽ സാഗ് കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് ഈ പ്രോബ്ലം. ഓക്കെ, 8.18 പ്രോബ്ലം ആണിത് പറഞ്ഞത്. Then നമുക്ക് 8.21 problem. A transmission line has a span of 240 meters between the level supports. The conductor has a cross-sectional area of 3.225 centimeters square. Calculate the factor of safety under the following conditions. കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. വെർട്ടിക്കൽ സാഗ് is 2.35 meter തന്നിട്ടുണ്ട്. Then wind pressure തന്നിട്ടുണ്ട്. Then weight of the conductor തന്നിട്ടുണ്ട്. Then braking stress തന്നിട്ടുണ്ട്. ഓക്കെ, L 240 മീറ്റർ, അതായത് നമ്മുടെ സ്പാൻ ലെന്ത്, രണ്ട് സപ്പോർട്സിന്റെ ഇടയിലുള്ള സ്പാൻ ലെന്ത് 240 മീറ്റർ തന്നിട്ടുണ്ട്. ദെൻ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ തന്നിട്ടുണ്ട് 1.125 kg.
ആൻഡ് വിൻഡിന്റെ വെയിറ്റ് ദാറ്റ് ഈസ് 1.5. ഓക്കെ, നമുക്ക് സേഫ്റ്റി ഫാക്ടർ എഫ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. Then total weight of 1 meter length of conductor. നേരത്തെ ചെയ്ത കണക്ക് തന്നെ weight of 1 meter length of conductor Wt is equal to equation root of W square plus WW square. Okay, is equal to root of W യുടെ value, it is value 1.125 plus weight of the wind 1.5 the whole square is equal to 1.875 kg. If F is the factor of safety, then working tension T is equal to working tension value breaking stress അല്ലെങ്കിൽ ultimate stress into conductor area by safety factor. അപ്പം breaking stress നമുക്കറിയാം this value, then conductor area നമുക്കറിയാം, okay, by safety factor F. അപ്പം working tension T തന്നിട്ടില്ല, so working tension T is equal to 2540 into 3.225 divided by F നമുക്ക് കിട്ടി, which is equal to അതിന് ചെയ്യുമ്പോൾ 8191 by F. അപ്പം വർക്കിംഗ് ടെൻഷൻ T is equal to 8191 by F kg കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം vertical sag is equal to S into cos theta എന്നറിയാം. ഓക്കെ, സോ സ്ലാന്റ് സാഗ് എന്താണ്? S is equal to vertical sag by cos theta. സോ കോസ് തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിഗറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് വിൻഡിന്റെ വെയിറ്റ്, ഇത് ഇങ്ങോട്ട് കണ്ടക്ടറിന്റെ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ്. ദെൻ ഈ ഒരു ഫിഗറിൽ നമുക്ക് തീറ്റ കണ്ടുപിടിച്ചിട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു WW by W അല്ലേ? ഈ WW by W, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു WW by W. അപ്പം നമുക്ക് തീറ്റയുടെ വാല്യൂ ടാൻ തീറ്റ കിട്ടും. ദെൻ നമുക്ക് തീറ്റ കണ്ടുപിടിച്ചിട്ട് ടാൻ ഇൻവേഴ്സ് ദാറ്റ് വാല്യൂ. ദെൻ അവിടെ നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട്, അപ്പം കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചാണ് 1.125. സോ നമുക്ക് സാഗ് കിട്ടി, ദാറ്റ് ഈസ് സ്ലാന്റ് സാഗ് S is equal to 3.92 മീറ്റർ കിട്ടി. ഓക്കെ, ദെൻ നമുക്കറിയാം S is equal to WT L square by 8T ആണെന്നറിയാം. ദെൻ ഇവിടെ നമുക്ക് ടിയുടെ ഈ ടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് WT L square by 8 into S. ഓക്കെ, ദെൻ നമുക്ക് അറിയാം, നമ്മളിനി ഇക്വേറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി വർക്കിംഗ് ടെൻഷൻ T is equal to നമുക്ക് 8191 by F എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ടി കിട്ടില്ലേ? ആ ടിയും നമുക്ക് ഇവിടെ ഈ WT L square by 8S നമ്മൾ വാല്യൂ എടുത്തിട്ട് ഈ വാല്യൂ കൊണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അതായത് നേരത്തെ ഈ ഒരു ടെൻഷനും ഈ ഒരു ടെൻഷനും ഈക്വൽ അല്ലേ? അപ്പം ഈ ഒരു വാല്യൂവിന് ഇതിനെ നമുക്ക് വാല്യൂസ് കൊടുത്തിട്ട് ഇതിന് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. അപ്പം WTയുടെ വാല്യൂ 1.875 ഇൻറ്റു എല്ലിന്റെ വാല്യൂ 240 the whole square by 8 into sag 3.92. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സേഫ്റ്റി ഫാക്ടർ F is equal to 3 കിട്ടും. Then 8.23 അതല്ല പ്രോബ്ലം. The tower of height 30 meter and 90 meter respectively support a transmission line conductor at water crossing. The horizontal distance between the tower is 500 meter. If the tension in the conductor is 1600 kilogram. Find the minimum clearance of the conductor and water and clearance midway between the supports. Weight of conductor is 1.5 kg per meter. Base of the tower can be considered to be at water level. Okay, ഇപ്പോൾ നമ്മുടെ കണ്ടക്ടേഴ്സിന്റെ രണ്ട് ടവറിന്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 30 meter 90 meter. ഓക്കെ, ദെൻ ഫിഗർ വെച്ചിട്ട് നോക്കാവേ. രണ്ട് സപ്പോർട്ട്സ്, രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള രണ്ട് സപ്പോർട്ട്സ് എ ആൻഡ് ബി. ഓക്കെ, രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള രണ്ട് സപ്പോർട്ട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞിട്ടൊരു ടവറും ബി എന്ന് പറഞ്ഞിട്ടൊരു ടവറും. എയുടെ ഹൈറ്റ് വന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 30 meter ആണ്, ബിയുടെ ആണെങ്കിൽ 90 meter. ഓക്കെ, ദെൻ ഇവിടെ ലോവസ്റ്റ് പോയിന്റ്, കണ്ടക്ടറിന്റെ ലോവസ്റ്റ് പോയിന്റ് O ആണ്. ദെൻ ഇത് അൺഈക്വൽ ആയതുകൊണ്ട് തന്നെ മിഡ് പോയിന്റ് കറക്റ്റ് സെൻട്രൽ വരത്തില്ല. അൺഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിഡ് പോയിന്റ് നമ്മൾ പി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ, പി ഇസ് ദ മിഡ് പോയിന്റ് ഹിയർ.
ആൻഡ് രണ്ടും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L is equal to 500 മീറ്റർ ആണ്. ആൻഡ് W is equal to 1.5 ആണ് അതിന്റെ എന്താ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ. ദെൻ കണ്ടക്ടറിന്റെ ടെൻഷൻ T is equal to 1600. ഓക്കെ, ദെൻ നമുക്ക് ഹൈറ്റ് കാണണം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ സപ്പോർട്ട്സ് ദാറ്റ് H ഈസ് ഈക്വൽ ടു രണ്ട്, അതായത് 90 മൈനസ് ഇവിടുത്തെ ഹൈറ്റ്, ഇവിടുത്തെ ടവറിന്റെ ഹൈറ്റ് മൈനസ് ഇവിടുത്തത്. ഓക്കെ, 90 മൈനസ് 30 ഈസ് ഈക്വൽ ടു 60 മീറ്റർ നമുക്ക് കിട്ടി. നേരത്തെ പറഞ്ഞത് തന്നെ O എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ടക്ടറിന്റെ ലോവസ്റ്റ് പോയിന്റ്. ഓയിൽ നിന്ന് ആദ്യത്തെ ടവർ x1 മീറ്റേഴ്സ് നമ്മൾ എടുത്തു. ദെൻ B2O നമ്മൾ x2 മീറ്റേഴ്സ് എടുത്തു. ഓക്കെ, ദെൻ ഈ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 500 മീറ്റർ. ഓക്കെ അല്ലേ, ഈ x1 ഉം ഈ x2 ഈസ് ഈക്വൽ ടു 500 മീറ്റർ. ദെൻ P വെച്ചിട്ടുള്ള നമുക്ക് എന്താ കാണേണ്ടത്, മിനിമം ക്ലിയറൻസ് അല്ലേ, P വെച്ചിട്ടുള്ള സാഗും ദെൻ അവിടുത്തെ ഈ P വെച്ചിട്ടുള്ള മിഡ് പോയിന്റ് P വെച്ചിട്ടുള്ള സാഗും ദെൻ വാട്ടറിന്റെ അവിടെ നിന്നിട്ടുള്ള ഒരു മിനിമം ക്ലിയറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. x1 plus x2 is equal to 500 meter നമ്മളത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. ദെൻ സാഗ് S1 is equal to നമ്മുടെ ഇക്വേഷൻ W x1 square by 2t ആൻഡ് സാഗ് S2 is equal to W x2 square by 2t. അപ്പം H is equal to നമുക്കറിയാം സാഗ് S2 മൈനസ് S1 ആണെന്ന് അറിയാം അല്ലെ. ഇവിടുത്തെ സാഗ് S2 മൈനസ് ഇവിടുത്തെ സാഗ് S1 ആണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ സാഗ് S2 എന്താണ് 90 മൈനസ് ഇവിടുത്തെ സാഗ് എന്താണ് 30. അപ്പം സാഗ് S2 മൈനസ് S1 is equal to that is W ഈ സാഗ് S2 W x2 square by 2t മൈനസ് ഈ സാഗ് S1 W x1 square by 2t. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് സാഗ് S2 മൈനസ് S1 60 ആണെന്ന്, which is equal to ഇവിടെ നമ്മൾ W by 2t കോമൺ എടുത്തു. ദെൻ x2 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്താണ്, നമുക്ക് അതിനെ x2 പ്ലസ് x1 ഇൻറ്റു x2 മൈനസ് x1 എന്ന് എഴുതിക്കൂടെ, അങ്ങനെ എഴുതിയിരിക്കുന്നതാണിത്. ദെൻ ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ, അതായത് സാഗ് S2 മൈനസ് S1 എന്ന് പറയുമ്പോൾ 60 ആണ്. ദെൻ ഇവിടുന്ന് W by 2t കോമൺ എടുത്തു. ദെൻ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ നമുക്ക് x2 പ്ലസ് x1 ഇൻറ്റു x2 മൈനസ് x1 എന്ന് എഴുതി. ഓക്കെ, ദെൻ ഈ x2 മൈനസ് x1 നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ദെൻ ഈ 16 ഇൻറ്റു 2 ഇൻറ്റു ഈ ടെൻഷൻ T. ഓക്കെ, ടെൻഷൻ T എന്ന് വെച്ചാൽ 1600 by weight 1.5 ഇൻറ്റു x2 പ്ലസ് x1 500 ആണെന്ന് നമ്മൾ ഇക്വേഷൻ 1 പറഞ്ഞിട്ടുണ്ട്. Therefore x2 minus x1 is equal to 256 മീറ്റർ കിട്ടി നമുക്ക്. ഓക്കെ, അപ്പം x1 plus x2 is equal to 500 നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. x2 minus x1 256 മീറ്റർ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. അപ്പം ഈ ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 കൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ x1 is equal to 122 മീറ്ററും x2 is equal to 378 മീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ x1ന്റെ വില നമ്മൾ ആദ്യത്തെ S1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സാഗ് S1 is equal to 7 മീറ്റർ കിട്ടും. ഓക്കെ, ദെൻ we have to find the clearance of the lowest point O from water level. അപ്പം നമ്മുടെ ലോവസ്റ്റ് പോയിന്റ് ഓടെ അടുത്തുള്ള ക്ലിയറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സോ നമ്മുടെ ഇവിടുത്തെ ടവറിന്റെ ഹൈറ്റ് മൈനസ് നമ്മുടെ ഇവിടുത്തെ സാഗ്. ഓക്കെ, ഇത് ടവറിന്റെ ഹൈറ്റ് എന്താ 30 മൈനസ് നമ്മുടെ സാഗ് ഇവിടെ നമുക്ക് കിട്ടിയത് 7 ആണ്. അപ്പൊ 30 മൈനസ് 7 ഈസ് ഈക്വൽ ടു 23. ഓക്കെ, ദാറ്റ് ദ മിഡ് പോയിന്റ് PB at the distance x from the lowest point O. അപ്പം നമ്മള് മിഡ് പോയിന്റ് P ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ മിഡ് പോയിന്റ് P ആകുമ്പോഴത്തേക്ക് നമ്മൾ പാതി വെച്ചിട്ടാക്കുമ്പോൾ 250 വരും അല്ലെ, രണ്ട് സൈഡും 250. സോ നമ്മൾ ഈ x1 പ്ലസ് x ഈസ് ഈക്വൽ ടു നമ്മൾ 250 എടുത്തു. x1 പ്ലസ് x ഈസ് ഈക്വൽ ടു നമ്മൾ 250 എടുത്തു. ഓക്കെ, അപ്പം നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് x1 പ്ലസ് x ഈസ് ഈക്വൽ 250 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 250 മൈനസ് x1 ചെയ്തൂടെ. 250 മൈനസ് x1 എന്ന് പറയുമ്പോൾ 122. 250 മൈനസ് x1 is equal to എന്താ 122 is equal to xന്റെ വാല്യൂ നമുക്ക് 128 മീറ്റർ കിട്ടും. ദെൻ ഈ മിഡ് പോയിന്റ് P വെച്ചിട്ടുള്ള അവിടുത്തെ സാഗ് നമുക്ക് കാണണം. സാഗ് അറ്റ് മിഡ് പോയിന്റ് P ദാറ്റ് S mid is equal to
W ഈ x² / 2t ചെയ്യുമ്പോൾ W നമുക്കറിയാം x നമ്മൾ കണ്ടുപിടിച്ചു ബൈ 2 ഇൻറ്റു ടി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചെയ്യുമ്പോൾ 7.68 മീറ്റർ കിട്ടും. ഓക്കെ. Then clearance of midpoint P from water level. മിഡ് പോയിന്റ് പി വെച്ചിട്ടുള്ള വാട്ടർ ലെവലിൽ നിന്നുള്ള ക്ലിയറൻസ് ആണ്. നേരത്തെ നമ്മൾ ക്ലിയറൻസ് ഓഫ് ദി ലോവസ്റ്റ് പോയിന്റ് ഓ ഫ്രം വാട്ടർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 23 പ്ലസ് നമ്മുടെ പിയുടെ അവിടുത്തെ സാഗും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 30.68 മീറ്റർ കിട്ടും. ഇതാണ് നമ്മുടെ 8.23 ആണെന്ന് തോന്നുന്നു. 8.23യുടെ പ്രോബ്ലം സൊല്യൂഷൻ. ഓക്കെ അത്രയാണ് നമ്മൾ സാഗിന്റെ പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യൻസ് പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കും. ഓക്കെ. ദെൻ നമുക്ക് എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം a 2-conductor cable 1 kilometer long is required to supply a constant current of 200 ampere throughout the year. The cost of the cable including installation is rupees 20A plus 20 per meter, where A is the area of cross section of the conductor in centimeter square. The cost of energy is 5 paise per kilowatt hour and interest and the depreciation charges amount to 10%. Calculate the most economical conductor size. Assume the resistivity of conductor material to be 1.73 micro ohm centimeter. അപ്പോൾ നമ്മൾ ചോയ്സ് ഓഫ് എക്കണോമിക് കണ്ടക്ടർ സൈസിൽ നമ്മൾ പഠിച്ചായിരുന്നു വേരിയബിൾ പാർട്ട് ഓഫ് ആനുവൽ ചാർജ് ദാറ്റ് ഈസ് P2A is equal to annual cost of energy wasted നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് P3/A. അതായത് P2A is equal to P3/A നമ്മൾ എക്കണോമിക്കൽ ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടാം. ഓക്കെ. ദെൻ നമുക്ക് resistance of one conductor, that is equation rho L/A. Rho എന്താണ് നമുക്ക് തന്നിട്ടുണ്ട് 1.73 into 10⁻⁻⁶. Then L നമുക്ക് തന്നിട്ടുണ്ട് that is 1 kilometer. So A നമുക്ക് തന്നിട്ടില്ല. Okay, ഇപ്പൊ resistance of one conductor is equal to 1.73 into 10⁻⁶ into L, that is 1, that is into 10⁻⁵/A is equal to 0.173/A ohm. Okay, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് വൺ കണ്ടക്ടർ. ഇത് നമുക്ക് എനർജി ലോസ്റ്റ് പെർ ആനം കാണണം. അതിന്റെ ഇക്വേഷൻ 2 into I²RT ആണ്. 2 കണ്ടക്ടർ ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 2 കണ്ടക്ടർ ആണെന്ന്. ഓക്കെ, 2 കണ്ടക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ 2 into I²RT കിലോവാട്ട് അവർ ബൈ 1000. ഓക്കെ. ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആനുവൽ ടൈം ആണ്. ആനുവൽ ടൈം എങ്ങനെയാ ഇതെന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആനുവൽ ടൈം ഈസ് ഈക്വൽ ടു 24 hour per day into 365 year. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8760 കിട്ടും. അപ്പം 2 into I നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 200 ആംപിയർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 0.173/A ഇൻറ്റു ടൈം ആനുവൽ ടൈം ദിസ് വാല്യൂ. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എനർജി ലോസ്റ്റ് പെർ ആനം കിട്ടും. ഈ ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി ലോസ് കിട്ടണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പം കിട്ടിയ ആനുവൽ എനർജി ലോസും അതിന് എത്ര പൈസ കോസ്റ്റ് പെർ കിലോവാട്ട് അവർ നമുക്കത് തന്നിട്ടുണ്ട്. 5 പൈസ പെർ കിലോവാട്ട് അവർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ദിസ് ₹5/100 ഇൻറ്റു നമുക്ക് കിട്ടിയ വാല്യൂ അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ 1 കിട്ടും. ഈ കിട്ടിയ വാല്യൂ ആണ് നമ്മുടെ P3/A, ദാറ്റ് ഈസ് annual cost of energy wasted, that is P3/A. നമ്മൾ അതിന് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഓക്കെ. Then the capital cost, that is variable of the cable, is given to be ₹20A per meter. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20A plus 20. അതിന്റെ വേരിയബിൾ പാർട്ടാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. The cost of cable including installation is 20A plus 20 ആണ് തന്നിട്ടുണ്ട്. സോ പെർ മീറ്ററിൽ നമുക്കവിടെ വേരിയബിൾ കോസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 20A per meter.
Per meter variable cost ആണ് എഴുതിയിരിക്കുന്നത്, that is 20A. Then therefore for 1 kilometer length of the cable the capital cost variable is, per meterലാണ് അത് എഴുതിയിരിക്കുന്നത്, നമുക്ക് 1 കിലോമീറ്ററിൽ വേണം. സോ 20A into 1000 per rupees 20,000 A കിട്ടും. അപ്പോൾ നമുക്ക് വേരിയബിൾ ആനുവൽ ചാർജ് ഈസ് ഈക്വൽ ടു ആനുവൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ക്യാപിറ്റൽ കോസ്റ്റ്, ദാറ്റ് ഇസ് വേരിയബിൾ ഓഫ് കേബിൾ. അപ്പം നമുക്ക് വേരിയബിൾ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് 10% ഡിപ്രീസിയേഷൻ ആൻഡ് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ rupees 0.1 into 20,000 A, we get rupees 2,000 A. Okay, ഈ സെക്കൻഡ് കിട്ടിയത് നമ്മുടെ P2A, that is the variable part of annual charge. നമുക്ക് P3/Aയും കിട്ടി, P2Aയും കിട്ടി. സോ നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തൂടെ. According to Kelvin's law, for most economical cross section of the conductor, variable annual charge is equal to annual cost of energy lost, that is equal to P2A is equal to P3/A. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും, that is area of cross section is equal to 1.74 centimeter square. ഇതാണ് നമ്മുടെ economic choice of conductor size ഒരു പ്രോബ്ലം ആണിത്. ഇനി നമുക്ക് കൊറോണയുടെ രണ്ട് പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എക്സാമ്പിൾ കൊറോണയുടെ എക്സാമ്പിൾ 8.13. A three-phase line conductor has conductors 2 cm in diameter spaced equilaterally 1 meter apart. If the dielectric strength of air is 30 kilovolt maximum, okay, 30 kilowatt per centimeter. Find the destructive critical voltage for the line. Take air density factor is equal to 0.952 and irregularity factor M0 is equal to 0.9. അപ്പോൾ നമുക്ക് കണ്ടക്ടറിന്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണെന്ന്. അപ്പം കണ്ടക്ടറിന്റെ റേഡിയസ് എന്താ, R is equal to 2/2 1 സെന്റിമീറ്റർ. ദെൻ അതിന്റെ സ്പേസിംഗ് വന്നിട്ടുണ്ട് 1 മീറ്റർ ആണെന്ന്. സോ കണ്ടക്ടർ സ്പേസിംഗ് D is equal to 1 മീറ്റർ, സെന്റിമീറ്റർ ആക്കുമ്പോൾ 100 സെന്റിമീറ്റർ. Then dielectric strength of air G0 വന്നിട്ടുണ്ട്, that is maximum വോൾട്ടേജ് 30 കിലോവോൾട്ട്. ഓക്കെ, ഈ മാക്സിമം വോൾട്ടേജിനെ നമുക്ക് RMSലോട്ട് ആക്കുമ്പോഴത്തേക്ക് 30 കിലോവോൾട്ട് 30 ഡിവൈഡഡ് ബൈ √2 ചെയ്യണം. ഓക്കെ, അതായത് മാക്സിമം വോൾട്ടേജ് നമുക്ക് RMS വോൾട്ടേജിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √2 ചെയ്യുമ്പോഴത്തേക്ക്, അതായത് 30 ബൈ √2 ചെയ്യുമ്പോൾ നമുക്ക് 21.2 kV കിട്ടും. ഇത് നമ്മുടെ RMS വാല്യൂ ആണ് കേട്ടോ. ദെൻ നമുക്ക് ഡിസ്ട്രക്റ്റീവ് ക്രിട്ടിക്കൽ വോൾട്ടേജ് VC കാണണം. ഇക്വേഷൻ എന്താണെന്ന് അറിയാം, M0 G0 ഡെൽറ്റ R log D/R to the base C. ഓക്കെ, kV per phase. M0യുടെ വാല്യൂ അറിയാം, G0യുടെ വാല്യൂ അറിയാം, ഡെൽറ്റ ആറിന്റെ വാല്യൂ അറിയാം. എല്ലാത്തിൻ്റെയും കൂടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ 83.64 kV per phase കിട്ടും. ഇത് നമ്മുടെ ഫേസിലുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇത് നമുക്ക് ലൈൻ വോൾട്ടേജ് കാണണം. ലൈൻ വോൾട്ടേജ് VL is equal to നമുക്കറിയാം √3 into V phase ആണ്. ഇവിടെ V phase ആണ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലൈൻ വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് √3 into ദിസ് വാല്യൂ, അതായത് VL is equal to √3 into V phase. ലൈൻ വോൾട്ടേജ് കാണേണ്ടതായിട്ടുള്ളത് കൊണ്ട് ലൈൻ വോൾട്ടേജ് is equal to √3 into ദിസ് വാല്യൂ ചെയ്യുമ്പോൾ 144.8 കിലോവോൾട്ട് കിട്ടും. ഓക്കെ, then കൊറോണയുടെ സെക്കൻഡ് പ്രോബ്ലം, that is example 8.14 കിടക്കുന്ന പ്രോബ്ലം ആണ്. A 132 kV line with 1.956 cm diameter conductors is built so that corona take place if the line voltage exceeds 210 kV, that is RMS, if the value of potential gradient at which the ionization occur can be taken as 30 kV per centimeter. Find the spacing between the conductors. ഇവിടെ കണ്ടക്ടേഴ്സിന്റെ സ്പേസിംഗ് ആണ് കാണേണ്ടത്, that is D ആണ് നമുക്ക് കാണേണ്ടത്. അസ്യൂം ദ ലൈൻ ഈസ് 3 phase. കണ്ടക്ടർ റേഡിയസ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 1.956 ആണെന്ന്. ഇപ്പോൾ റേഡിയസ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 0.978 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, ദെൻ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ G0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 കിലോവോൾട്ട് പെർ സെന്റിമീറ്റർ ആണെന്ന്. അതിനെ നമുക്ക് RMSലോട്ട്, ഇത് മാക്സിമം വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്, ഇതിനെ നമുക്ക് RMSലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഈ 30 ബൈ √2 ചെയ്യണം, which is equal to 21.2 kV RMSൽ കിട്ടും per centimeter. Then disruptive voltage per phase. ഓക്കെ, ഇവിടെ നമുക്ക് ലൈൻ വോൾട്ടേജ് 210 kV തന്നിട്ടുണ്ട്. ലൈൻ വോൾട്ടേജിന് നമുക്ക് ഫേസ് വോൾട്ടേജ് ആക്കാൻ വേണ്ടിയിട്ട് 210 ബൈ √3 ചെയ്യുമ്പോഴത്തേക്ക് 121.25 kV കിട്ടും.
Assume smooth conductor, that is irregularity factor m0 is equal to 1 and standard pressure and temperature for which air density factor delta is equal to 1. Let d centimeter be the spacing between the conductors. അപ്പം നമ്മളിവിടെ m0യുടെ വാല്യൂ എല്ലാം 1 ആയിട്ട് എടുത്തേക്കാണ്. എയർ ഡെൻസിറ്റി ഫാക്ടർ എല്ലാം 1 ആയിട്ട് എടുത്തേക്കാണ് സ്മൂത്ത് കണ്ടക്ടർ ആയിട്ട് ആയതുകൊണ്ട്. Therefore destructive voltage per phase equation അറിയാം. Vc is equal to m0 g0 delta r log d by r to the base a kV. Vcയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, എല്ലാത്തിൻ്റെയും നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഫൈനലി നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ടക്ടർ സ്പേസിംഗ് d is equal to 341 സെന്റിമീറ്റർ കിട്ടും. ഇതാണ് കൊറോണയുടെ പ്രോബ്ലം. ബാക്കി പ്രോബ്ലംസ് കിടപ്പുണ്ട്, ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.